ആകർഷണ നിയമത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആകർഷണ നിയമത്തിൻ്റെ അടിസ്ഥാനമായ ഒരൊറ്റ കാര്യം മാത്രം അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടാത്തതിന് കാരണം നിങ്ങൾ ദൈവത്തിന് ശക്തിയില്ലാത്തതല്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എന്നാൽ പ്രപഞ്ചം അത് സ്വീകരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടുമാണ്. ആകയാൽ ഈ ചെറിയ വീഡിയോയിലൂടെ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കാറിൽ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഒരു ആപത്തും വരുത്തരുതേ എന്ന്. എന്നാൽ തീർച്ചയായിട്ടും അത് ആപത്ത് നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ്. മറ്റൊരാൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ദാരിദ്ര്യവും കടവും ഉണ്ടാകല്ലേ എന്ന്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് ദാരിദ്ര്യത്തെയും കടത്തെയുമാണ്. അല്ല, ഇല്ല, വേണ്ട എന്നീ വാക്കുകൾ പ്രപഞ്ചം ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് ദൈവമേ സമ്പത്ത് ധാരാളം എത്തിച്ചു തരണേ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും. ഇനി നിങ്ങൾ പറയുന്നത് എനിക്ക് സമ്പത്ത് വേണ്ട എന്നാണെങ്കിലും നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും. അതായത് നിങ്ങൾ എന്തിനെയാണോ പറയുന്നത് അതാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതിനുശേഷമുള്ള വേണ്ട എന്നോ വേണമെന്നോ പറയുന്നതിന് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആകയാൽ യാത്രയുടെ ആരംഭത്തിൽ നമ്മൾ ചിന്തിച്ചത് അപകടത്തെക്കുറിച്ചാണ്. അപ്രകാരം നമ്മൾ അപകടത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രപഞ്ചം മനസ്സിലാക്കുകയും നമ്മിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു. അപ്രകാരം നോക്കുകയാണെങ്കിൽ ദൈവമേ എൻ്റെ ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ധാരാളം സമ്പത്തുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്പത്തുണ്ടാകുന്നതായിരിക്കും. അതല്ല, സമ്പത്ത് വേണ്ട എന്ന് പറയുകയാണെങ്കിലും സമ്പത്തുണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതായത് പ്രപഞ്ചത്തിൻ്റെ ഭാഷയെ മനസ്സിലാക്കുക. ഇപ്രകാരം ഇനി മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ ചോദിക്കുക. വാസ്തവത്തിൽ ആഗ്രഹങ്ങൾ സഫലമാകാത്തത് ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രപഞ്ചം തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്ന സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.